അധിക ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദാണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്. ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ട് ചില ആളുകൾ അവരുടെ കണ്ടന്റിൻ്റെ കൂടെ വെച്ച് സംസാരിച്ചിരുന്നു. ഉസ്താദ് ഫെബ്രുവരിയിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ക്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ട് കോഴിക്കോട് നിന്നും ഒളിച്ചോടിപ്പോയി പിന്നീട് വലിയ വിവാദമായി മാറിയ ഷഹല ഷെറിനുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത ആളുകൾ ഉസ്താദിൻ്റെ ക്ലിപ്പ് വെച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ ഉസ്താദ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച ഒരു പ്രഭാഷണമായിരുന്നില്ല അത്. ഉസ്താദ് ഫെബ്രുവരിയിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഉസ്താദിൻ്റെ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഷഹല ഷെറിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ വെച്ച് സംസാരിച്ചിരുന്നു. അതിൽ ചില ആളുകൾ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, ഉസ്താദുമാർക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന്. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഈ പ്രഭാഷണം കേട്ട് ഏതെങ്കിലും ഒരു കുട്ടി നന്നാവട്ടെ എന്ന് കരുതിയായിരിക്കും ആ പ്രഭാഷണം വീണ്ടും അപ്ലോഡ് ചെയ്തത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്, അദ്ദേഹത്തെ അറിയാത്തവർ ചുരുക്കമാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രഭാഷണങ്ങൾ ആരും കേട്ടിരുന്നു പോകും. എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക ആളുകൾക്കും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണ ശൈലിയും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഉസ്താദിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം, നമുക്കറിയാം, കോഴിക്കോട് ബാലുശ്ശേരി നിന്നും ഒളിച്ചോടിപ്പോയി പിന്നീട് വലിയ വിവാദമായി മാറിയ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ചില ആളുകൾ കണ്ടന്റ് ചെയ്തത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം ഈ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഉസ്താദ് വാലന്റൈൻസ് ഡേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഈ ഒളിച്ചോട്ടങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഇത്തരം ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട, അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ആ ഒരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ആ ഒരു വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന യുവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടന്റ് ചെയ്യുന്ന 1-2 ആളുകൾ, ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, അവർ അവരുടെ ആ ഒരു കണ്ടന്റിന്റെ കൂടെ തന്നെ ഉസ്താദിന്റെ ഈ ഒരു പ്രഭാഷണവും വെച്ചുകൊണ്ട് സംസാരിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചില ആളുകളൊക്കെ ഉസ്താദ് പറയുന്നത് ശരിയാണ് എന്ന് അനുകൂലിച്ച് പറയുമ്പോൾ, മറ്റു ചില ആളുകളൊക്കെ ഉസ്താദ് അങ്ങനെ പറഞ്ഞത് ശരിയാണോ, ഉസ്താദുമാർക്കൊക്കെ ഇതിനെക്കുറിച്ച് പറയാമോ എന്നുള്ള തരത്തിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ഷഹല ഷെറിൻ എന്ന് പറയുന്ന ഈ യുവതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണ്ടന്റ് പോലും ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ആ കുട്ടി സുരക്ഷിതമായി തിരിച്ചെത്തിയതോടുകൂടി ഈ കണ്ടന്റ് ഞാൻ അവസാനിപ്പിച്ചതാണ്. പിന്നെ ആ യുവതിയുടെയും കാമുകന്റെയും കാര്യങ്ങളൊന്നും അറിയേണ്ട യാതൊരു താല്പര്യവുമില്ല. അവർ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1-2 ആളുകൾ ഉസ്താദ് പറഞ്ഞ ആ ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ എന്തായാലും ഉസ്താദിന്റെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം. ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഒരു കുഴപ്പമില്ല. നമുക്കാക്കുമാറാകട്ടെ. അവസ്ഥ എന്നറിയ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു. ദുനിയാവങ്ങനെ അന്യ ഒരു പുരുഷന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. 7 വെള്ളത്തിൽ കഴുകിയ ശുദ്ധമാകുമല്ലോ. പോകടാ ചെറുപ്പക്കാരാ, ഓന്തോടിയാ എവിടെ വരെ പോകുമടാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാ? ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ നീ പോയാലും നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഫർദയും ധരിച്ച് ഫർദ ഊരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ. എന്ത് വേണമെങ്കിലും കാണിച്ചോ. നിന്റെ കൂടെ ആളുണ്ടല്ലോ.
സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടരുതെന്നല്ല അല്ലാഹു പറഞ്ഞത്. വലാ തഖറബുസ്സിനാ, അതിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. അന്യപുരുഷന്റെ ശരീരത്തെ തൊടുന്നത്, അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത്, പുളച്ചവനെ അത് വ്യഭിചാരമാണത്, പാപമാണ്, പാപമാണ്. പെണ്ണെ, നീ സലാം പോലും പറയാൻ പാടില്ല. ഒരു അന്യ പുരുഷനോട് നീ സലാം പറയരുത്. ഒരു അന്യ പുരുഷന്റെ മയ്യത്ത് നീ കാണരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനപെടുന്ന് പറയുമ്പോ ആണും പെണ്ണും എവിടെയാണോ? സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറി കെട്ടിപ്പിടിക്കുന്ന കാലമാ, ചേർന്നിരുന്ന സെൽഫി എടുക്കുന്ന കാലമാ. സാധേ, നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനാണ്. ഈ ജീവിതം നിങ്ങൾ പറയുന്നത് പോലെ സ്വർഗ്ഗലോകത്ത് ജീവിക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതാ, ഇത് അടിച്ചു പൊളിക്കാനുള്ളതാ. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങളും മാറൂല, ഞങ്ങൾ മാറൂല. നിങ്ങളെ മാറണമെന്നൊരു നിർബന്ധവുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ നന്നാകൂ, ഇല്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നടക്കൂ. ചെറുപ്പക്കാരാ, എത്ര പറഞ്ഞിട്ടും നന്നാകാത്ത യുവത്വമേ, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഇന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിടിക്കുകയാ, ഗിഫ്റ്റ് കൊടുക്കുകയാ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞതെന്നറിയോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കൂടെ പഠിക്കുന്ന അന്യപുരുഷന്റെ ശരീരത്ത് തൊടാൻ മോഹിക്കുന്ന പെണ്ണെ, പന്നിയെ കണ്ടിട്ടുണ്ടോ? കാഷ്ടം തിന്നുന്ന വേസ്റ്റിൽ കിടക്കുന്ന പന്നിയെ കണ്ടിട്ടുണ്ടോ? പോയി കെട്ടിപ്പിടിക്കടി പൊന്നുമോള്. അന്യ ഒരു പുരുഷന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാ നല്ലത്. 7 വെള്ളത്തിൽ കഴുകിയാ ശുദ്ധമാകുമല്ലോ. ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ചെയ്ത ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ ഒന്ന് കാണിക്കാം. ഇതൊരു ഉസ്താദിന്റെ വീഡിയോ അയച്ചു തന്നിട്ട് ഇതിൽ കൂടെ എന്താ പറയാനാ? ഇതൊക്കെ വെച്ച് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിക്കാവില്ല, ഇതൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്ക് ഇതിനുള്ള മറുപടി ഒന്നും അറിയത്തില്ല എങ്ങനെ പറയണം എന്നൊക്കെ. അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ ഉൾപ്പെടെയാണ് പറയുകയും ചെയ്തത്. കാമം മുട്ട് ഒളിച്ചൊളി പോകുന്ന മുസ്ലിം സ്ത്രീകളാണെന്ന് വരെ പറയുകയും ചെയ്തിട്ട് ഒരു പെണ്ണ് പോയപ്പോ അതിനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും സംസാരിച്ചോ? കേരളത്തിലെ മുസ്ലിം സ്ത്രീകളെ ഉരുത്തി പോയെന്നും പറഞ്ഞ് എല്ലാ മുസ്ലിം സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? ഓക്കെ, ഇതിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിയത്തില്ല. ഈ പുള്ളി ഒരു കാര്യം എനിക്ക് മനസ്സിലായ, അന്യാന്റെ വൈഫിന്റെ കൂടെ കിടക്കുമ്പോ എന്താ കിടക്കുന്നതിനേക്കാളും ഏതോ പന്നികളുടെ കിടക്കുന്നതിനൊക്കെയാണ് പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതെന്തിനാണ് ഈ സ്പീച്ച് നടത്തുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. നോക്കൂ, മതം പഠിച്ചവരാണ് മതപണ്ഡിതന്മാർ. അവർ പഠിച്ച മതപരമായ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം, അല്ലെങ്കിൽ അവരുടെ ദൗത്യം എന്ന് പറയുന്നത്. അതാരോടാണ് അവർ പറയുന്നത്? അവരുടെ മുമ്പിലിരിക്കുന്ന, അവരുടെ ശബ്ദം കേട്ടിരിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുമ്പിലാണ് ഉസ്താദുമാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുള്ളത്. ഇന്ന് നടക്കുന്ന ആധികാരികമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പല ഉസ്താദുമാരും സംസാരിക്കാറുണ്ട്. ആ വിഷയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും അതിന്റെ ഇസ്ലാമികമായ വശങ്ങളെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചും തന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞ് ആരെങ്കിലും അത് കേട്ട് നന്നാവുന്നുവെങ്കിൽ എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മതപണ്ഡിതന്മാർ അത്തരത്തിൽ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറുള്ളത്. പക്ഷെ ഇതിങ്ങനെ പറയുന്ന സമയത്ത് പലപ്പോഴും പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല. നമുക്ക് ആ ഒരു കാര്യം ഉസ്താദുമാർ പറയുന്നത് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളോടാണ്, അല്ലാതെ മറ്റു ഇതര മതസ്ഥരായ ആളുകളോടല്ല. എന്നാൽ ഉസ്താദുമാർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന സമയത്ത് യുക്തിവാദികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം പലപ്പോഴും ഉസ്താദുമാരെ കളിയാക്കുന്ന, അവരെ പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന പല കാഴ്ചകളും നമ്മളെല്ലാവരും കണ്ടുവരാറുണ്ട്. നമുക്ക് ഒരു ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു ഇതര മതസ്ഥനായ ഒരു മനുഷ്യനെ അയാളെ പിടിച്ചു നിർത്തിക്കൊണ്ട് നീ അത് ചെയ്യണ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്താൽ മതി എന്ന് നിർബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ വാദം നമുക്ക് അംഗീകരിക്കാം.